ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ് ബെറ്റർ ബൈക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഏതാണ് കുറഞ്ഞ ബൈക്ക് അല്ലെ അങ്ങനെയുള്ള ഒരു ഏറ്റക്കുറച്ചിലിനെ പറ്റിയിട്ടൊന്നുമല്ല. പക്ഷേ ഈ രണ്ട് വണ്ടികൾക്കും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും എനിക്ക് തോന്നിയ വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് ഈ രണ്ട് ബൈക്കുകൾ നമ്മൾ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും അതുപോലെ തന്നെ ഇവിടെ ഒരിടത്ത് ഒരു ഐ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചുകൂടെ ഷോർട്ടായിട്ടൊരു എന്താ പറയുന്നത്, അതിനെ കുറച്ചും കൂടെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഈ രണ്ട് വണ്ടികൾക്കുമുള്ള വ്യത്യാസങ്ങളും സിമിലാരിറ്റീസും അല്ലെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ബൈക്കിനെ ഈ ഒരു കമ്പാരിസൺ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ പേര് നിജിൻ, നിങ്ങൾ കാണുന്ന വണ്ടി യൂട്യൂബ് ചാനൽ. സമയം കളയാതെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് ബൈക്കുകളുടെയും പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം അതിലാണ് ഏറ്റവും വലിയ ഒരു ഡിഫറൻസ് ഈ രണ്ട് ബൈക്കുകളും തമ്മിൽ വരുന്നത്. നമ്മുടെ SP125ൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം ഒരു 85,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ NS125ലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് 1,15,000 രൂപയ്ക്ക് അടുത്താകും അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഈ രണ്ട് വണ്ടികളും തമ്മിൽ ഒരു 25,000 ഡിഫറൻസോളം വരുന്നുണ്ട്. അപ്പം ആ ഒരു ഡിഫറൻസും ഈ രണ്ട് വണ്ടികളും തരുന്ന കാര്യവും കൂടെ വെച്ചിട്ട് നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അല്ലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ബൈക്ക് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ഫീച്ചേഴ്സിലേക്ക് പോകാം. ഇനി ഉള്ളതാണ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് ബൈക്കുകൾക്കും അടിപൊളിയായിട്ട് നല്ല ഐ ക്യാച്ച് ഡിസൈനും സ്റ്റൈലിംഗും ആണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ NS125 എന്ന് പറയുമ്പോൾ ആ ഒരു ടിപ്പിക്കൽ NS മസ്കുലാർ സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ ആ ഒരു പൾസറിഷ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ കമ്മ്യൂട്ടർ ബൈക്കിനേക്കാൾ ഉപരി കുറച്ചും കൂടെ ഒരു സ്പോർട്സ് ബൈക്ക് ആയിട്ടുള്ള ഒരു ബിഗ് ബൈക്ക് ഫീല് NSൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതേസമയം നമ്മൾ SP125 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റൈലിഷ് കമ്മ്യൂട്ടർ ഉള്ളതിനപ്പുറത്തായിട്ട് അത് വലിയ ഒരു ഹൈപ്പോ അല്ലെങ്കിൽ വലിയൊരു വിഷ്വൽ മസ്കുലാരിറ്റിയോ സ്പോർട്ടിനെസ്സോ ഒന്നും തന്നെ SP-യുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നില്ല. ബട്ട് ഒരു നോർമൽ കമ്മ്യൂട്ടർ റേഞ്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ SP അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. വേണ്ട ന്യൂ ഏജ് ടെക്നോളജീസ് ഫീച്ചേഴ്സും ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് അതാണ് പറയുന്നത്. നിങ്ങൾ മസ്കുലർ ആയിട്ടുള്ളൊരു ബൈക്ക്, സ്പോർട്ടിയർ ആയിട്ടുള്ളൊരു ബൈക്ക്, ഇച്ചിരി ബിഗ് ബൈക്ക് ഫീലാണ് വേണമെന്നുണ്ടെങ്കിൽ NSലേക്ക് പോകുന്നതാണ്. അതല്ല ഒരു നോർമൽ സ്റ്റൈലിഷ്, കാണാൻ വലിയ തിരക്കേടില്ല, എന്നാൽ ആരും കുറ്റം പറയത്തില്ല, ഒരു ഫ്രഷ് ലുക്കിംഗ് ആയിട്ടുള്ള ബൈക്കാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് SP125 ചൂസ് ചെയ്യുന്നതാണ്. ഇനി ഈ രണ്ട് ബൈക്കുകളിലും വന്നിരിക്കുന്ന ടെക്നോളജീസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ NSൽ അങ്ങനെ വലിയ ടെക്നോളജി ആയിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ബജാജ് പൾസർ NS സീരീസിൽ നിന്ന് വരുന്ന ഒരു സെയിം കൈൻഡ് ഓഫ് എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഒരു 125cc എഞ്ചിനാണ്. പിന്നെ ഇതിലല്ലാണ്ട് വലിയ ഫാൻസി ഇലക്ട്രോണിക് സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നോർമൽ നമ്മൾ 160-ലൊക്കെ കാണുന്ന അതേ രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ് കൺസോള്, നോർമൽ ഹാലജൻ ഹെഡ് ലാമ്പ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ടെയിൽ ലാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജ് വരുന്നതാണ് നമ്മുടെ SP125ന്. അതായത് ന്യൂ ഏജ് ടെക്നോളജീസും അതുപോലെ തന്നെ ഫീച്ചേഴ്സുമാണ് ഈ ഒരു ബൈക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി LED ഹെഡ് ലാമ്പ് സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തന്നെ ഹാലജനാണ്. ബട്ട് നമുക്ക് ഹെഡ് ലാമ്പ് LED വരുന്നുണ്ട്, വൈറ്റ് LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. അതിന് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ, ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് വന്നിരിക്കുന്നത്. വിത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പം ടെക്നോളജി വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് SP125 അതിൻ്റെ ഒരു പോയിന്റ് കൊടുക്കാൻ പറ്റുന്നത്. ജസ്റ്റ് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് മാത്രമല്ല, എഞ്ചിൻ ടെക്നോളജിയിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ SP125 ആണ്. കാരണം പുതിയ ACG സൈലൻറ്റ് സ്റ്റാർട്ടറും മച്ച് ബെറ്റർ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മുടെ SP125 വന്നിരിക്കുന്നത്. അപ്പം SP ആണ് ആ ഒരു ടെക്നോളജി വൈസ് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഒന്ന് മുന്നിലേക്ക് നിൽക്കുന്നൊരു മോഡൽ. ഇനി നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരാം. അതായത് എഞ്ചിൻ പെർഫോമൻസ് നോക്കി കഴിയുമ്പോൾ രണ്ട് ബൈക്കും രണ്ട് തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ NS125 എന്ന് പറയുന്ന ഒരു റവ് ഹാപ്പി ആയിട്ടുള്ളൊരു മെഷീനാണ്. നമ്മൾ കൂടുതൽ ഹയർ റെപ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അങ്ങനെ പവർ കയറി വരുന്ന ഒരു ഫീലാണ് ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. നമ്മൾ കൈ കൊടുക്കുന്തോറും വണ്ടി റിഫൈൻഡ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും പവർഫുൾ ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ടിപ്പിക്കൽ NS സ്പോർട്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു എഞ്ചിനാണ് NS125 വരുന്നത്.
എന്നാൽ മറുവശത്ത് നമ്മുടെ എസ് പിയിൽ വരുന്നത് കുറേ കൂടെ നല്ല മീറ്റിയർ ആയിട്ടുള്ള ബോട്ടം ആൻഡ് ടോർക്കും മിഡ് റേഞ്ച് ടോർക്കുമാണ് വണ്ടി ഡെലിവറി ചെയ്യുന്നത്. അതിന് മണ്ടക്കേക്ക് നമ്മളല്ലേ RPM കുറച്ച് ഒരു 7000 RPM മുകളിലേക്ക് വണ്ടിയെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വലിയ ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് മുകളിലേക്ക് ക്ലൈംബ് ചെയ്യാനായിട്ട്. പക്ഷേ അതേസമയം NSൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമുക്ക് റെഡ് ലൈൻ്റെ അടുത്ത് വരെ നല്ല സ്പോർട്ടിയർ ആയിട്ടും ആ ഒരു സ്പോർട്ടിയർ സൗണ്ടും ആ ഒരു എഞ്ചിൻ്റെ ഫീലും ഒക്കെ തന്നെ മച്ച് സ്പോർട്ടിയർ ഫീൽ കിട്ടുന്നുണ്ട്. പവർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ NS തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഏകദേശം 12 PS ഓഫ് പവർ വരുന്നുണ്ട്. ഒരു പൊട്ടി താഴെയാണ് നമ്മുടെ SP വരുന്നത്. പക്ഷേ എഞ്ചിൻ റിഫൈൻമെൻറ്റ് ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് SPക്ക് കൊടുക്കേണ്ടി വരും. കാരണം യൂസബിൾ ആയിട്ടുള്ള പവർ റീജിയനിൽ കൂടുതൽ പവർ തരുന്നതും കൂടുതൽ റിഫൈൻഡ് ആയിട്ട് തോന്നുന്നതും നമ്മുടെ SP ആണ്. NSനെ നമ്മളൊന്ന് ആ ഒരു എഞ്ചിൻ അലൈവാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ മിഡ് റേഞ്ചിലും അതുപോലെ തന്നെ ടോപ്പ് എൻഡിലേക്ക് RPMസിലേക്ക് നിൽക്കേണ്ടി വരും. അല്ലാണ്ട് ഒരു ലോവർ അല്ല എന്താ പറയുന്നത് ഇനിഷ്യൽ പിക്കപ്പ് അല്ലെങ്കിൽ ഒരു പഞ്ച് എന്ന് പറയുന്നത് NSന് കുറവാണ്. അത് കൂടുതലും നമുക്ക് കിട്ടുക SP എന്നായിരിക്കും. അടുത്തതായിട്ട് റൈഡ് കംഫർട്ട് ആൻഡ് റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ക്ലിയർ വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ SP 125 ആണ്. കാരണം അതിൻ്റെ സസ്പെൻഷൻ ആൻഡ് റൈഡ് കംഫർട്ട് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഒരു ടിപ്പിക്കൽ കമ്മ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ ടോട്ടലി കംഫർട്ട് എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ട്യൂൺ ചെയ്തതും ബിൽഡ് ചെയ്തതായിട്ടുള്ള ഒരു ബൈക്കാണ് അത്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ ഒരു പക്ക സ്മൂത്ത് ആൻഡ് കാം റൈഡ് ക്വാളിറ്റി ആയിരിക്കും കിട്ടാൻ പോകുന്നത്. മറുഭാഗത്തെ NS നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് സ്പോർട്ടിയർ ആയിട്ടുള്ള ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് ബജാജ് കുറച്ച് നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ആ റിയർ മോണോ സ്ട്രോക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം സ്റ്റിഫർ സൈഡിലാണ്. അതായത് SPയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിഫറായിട്ട് തോന്നും. ചെറിയ ഹമ്പുകളും കാര്യങ്ങളൊക്കെ ചാടുന്ന സമയത്ത് അത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്ര ഒരു പ്ലഷ് അല്ലെങ്കിൽ എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡല്ല എല്ലാ തരം റോഡുകളിലും നമ്മുടെ NS 125 തരുന്നത്. നല്ല ഹൈവേസിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് റൈഡ് തരും. പക്ഷേ SP എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എവറി കൈൻഡ് ഓഫ് റോഡ്സിലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡ് ഫീലാണ് തരുന്നത്. അടുത്തത് ഹാൻഡ്ലിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിന്നർ നമ്മുടെ NS 125 ആണ്. കാരണം അതിൽ നമ്മുടെ NSൻ്റെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുറച്ച് ടൈറ്റർ സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഒരു അഡാർ ഹാൻഡലറാണ് നമ്മുടെ NS 125. നമ്മുടെ NS 200 NS 160 ഒക്കെ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ വളരെ ഷാർപ്പാണ്, വളരെ അജൈലായിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് NS 125 കാഴ്ചവെക്കുന്നത്. SP 125ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അധികം നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ എക്സലൻ്റ് എന്ന് പറയാനുള്ള രീതിയിലൊന്നും തന്നെ ഹാൻഡ്ലിംഗ് ഇല്ല. ഒരു നോർമൽ കമ്പ്യൂട്ടർ ബൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെയാണ് നമ്മുടെ SP ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഫൈനലായിട്ട് മൈലേജിനെ പറ്റിയോടെ നമുക്കൊന്ന് സംസാരിച്ചേക്കാം. എന്തായാലും രണ്ട് വണ്ടികളും വെറും 125cc കാറ്റഗറി വരുന്നതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും മൈലേജ് എന്നുള്ളൊരു കാര്യം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം രണ്ട് വണ്ടികളിൽ നിന്നും നമുക്ക് സിമിലർ മൈലേജ് ഫിഗേഴ്സാണ് ലഭിക്കാൻ സാധ്യത. എന്തായാലും ഇത് രണ്ടെണ്ണവും നമ്മൾ ഒരുപാട് ലോങ് ടൈം യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ കറക്റ്റ് നമുക്കൊരു കമൻറ്റ് പറയാൻ സാധിക്കില്ല. അത് നിങ്ങൾ യൂസേഴ്സിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് റിയൽ ലൈഫിൽ എന്നുള്ളത്. ഇനി ബിൽഡ് ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബൈക്കിനെയും ഏകദേശം സെയിം ആയിട്ട് തന്നെ വരും. എന്നാൽ ഹോണ്ട ആവും ഒരുപടി മുന്നിൽ നിൽക്കുക. കാരണം ഹോണ്ടയുടെ ആ ഒരു ഫിനിഷിങ്ങും അതുപോലെ തന്നെ ബൈക്കിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫീലും ഒക്കെ തന്നെ നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ബജാജ് ഒട്ടും ക്വാളിറ്റി ഇല്ലെന്നല്ല. ബജാജ് നമുക്കറിയാം റിലയബിലിറ്റിയിലാണ് ബജാജിൻ്റെ ഇഷ്യൂസ് വരുന്നത്. അതായത് ഇന്ന് നമ്മൾ ഓടിക്കുന്ന ഒരു ബജാജ് ബൈക്ക് ആയിരിക്കത്തില്ല ഒരു 5 വർഷം ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ തരുന്നത്. അപ്പം നമ്മൾ യൂസേഴ്സ് എന്നുള്ള രീതിയിൽ എനിക്കും അറിയാം, നിങ്ങൾ കാണുന്നവർക്കും അത് അറിയാമെന്ന് എനിക്ക് അറിയാം. കാരണം നമ്മുടെ ബജാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കുന്ന ഒരു 5 വർഷം വണ്ടിക്ക് നല്ല പെർഫോമൻസും കാര്യങ്ങളാണ്. പിന്നീട് വണ്ടി എന്താ പറയുക നമ്മൾ പറഞ്ഞാൽ അവിഞ്ഞ് വരിക എന്നുള്ളൊരു ഇതിലേക്ക് പോകും. അതിപ്പം അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ എന്താ പറയുന്നത് എലമെൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ വെച്ചാകും. കാരണം ഇത്രയും ഒരു അട്രാക്റ്റീവായിട്ടുള്ള ലോവർ പ്രൈസിൽ ഇങ്ങനെ ബൈക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അത് നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അപ്പം അതുകൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ രണ്ട് ബൈക്കിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ പോയാലും ബജാജിനേക്കാളും കുറച്ചും കൂടെ റിലയബിലിറ്റി ആൻഡ് ബിൽഡ് ക്വാളിറ്റി വരുന്നത് നമ്മുടെ ഹോണ്ടയ്ക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഹോണ്ടയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു രണ്ട് ബൈക്കും തമ്മിലുള്ള കുറച്ച് എന്താ പറയുന്നത് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻസസ് എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. കാരണം ഈ രണ്ടെണ്ണം നമ്മൾ റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ സാധിച്ചില്ല. ഓരോന്നിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ഈ രണ്ടെണ്ണവും വെച്ച് നിങ്ങൾ കൺഫ്യൂസ് അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് സഹായകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം അതിലൂടെയാണ് നമ്മളെന്നും ഡെയിലി അപ്ഡേറ്റ്സ് ആൻഡ് എന്താ പറയുന്നത് ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഡു ഫോളോ അസ് ഓൺ ഇൻസ്റ്റാഗ്രാം ഓൾസോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.